എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ശാരീരികമായും മാനസികമായും താല്പര്യം കുറഞ്ഞ സ്ത്രീയെ എങ്ങനെ ലൈംഗികമായ ഉത്തേജനത്തിലേക്ക് എത്തിക്കാമെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇന്ന് ചില സ്ത്രീകൾ പല വിധത്തിലുള്ള ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സ്ട്രെസ്, ടെൻഷൻ എന്നിവ മൂലം. എന്നാൽ ഇത് അവരുടെ ലൈംഗിക വിഷയത്തിലും കാണപ്പെടുന്നു. അഥവാ ലൈംഗികതയിൽ താല്പര്യമില്ലായ്മ, ലൈംഗികതയോട് വെറുപ്പ് എന്നിവയെല്ലാം ഇതിൻ്റെ ഫലമായി കാണുന്നവയാണ്. അത്തരത്തിലുള്ള സ്ത്രീയെ എങ്ങനെ ഉത്തേജനത്തിലേക്ക് എത്തിക്കാമെന്നതാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ സഹായിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമതായി കുങ്കുമപ്പൂവ്, അതെ, സാഫ്രോൺ. ഈ സാഫ്രോൺ 4 ആഴ്ച മുടങ്ങാതെ സ്ത്രീകൾ കഴിച്ചാൽ അവരുടെ ഹോർമോൺ നന്നായി പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. അത് സെക്ഷൽ ആയിട്ടുള്ള ഹോർമോണുകളെല്ലാം നന്നായി റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവുകയും സ്ട്രെസ്സും ടെൻഷൻ എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കുവാനും സാധിക്കും. രണ്ടാമതായി ആപ്പിൾ. ആപ്പിൾ കഴിക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. ഒരു പ്രോട്ടീൻ കലവറ തന്നെയാണ് ആപ്പിൾ. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മൂഡ് റിഫ്രഷ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ സ്ത്രീകൾക്കുള്ള ഓക്സിജൻ സപ്ലൈ, അതുപോലെ തന്നെ പെൽവിക് ഏരിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ എല്ലാം കൂടുതലായി സംഭവിക്കാൻ ഇവ സഹായിക്കുന്നുണ്ട്. മൂന്നാമതായി ഉലുവ സ്ത്രീകൾക്ക് ബുദ്ധിക്കും അതുപോലെ തന്നെ ബ്രെയിനും ശരീരത്തിനുമെല്ലാം ഏറ്റവും നല്ല ഒരുപാട് ഗുണങ്ങളാണ് നൽകുന്നത്. അതുകൊണ്ട് ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുകൊണ്ട് ഇനി ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കുന്ന മാവിൽ ഒരൽപ്പം ഉലുവയും ഇടാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് മിതമായ രീതിയിലുള്ള വ്യായാമമാണ്. ചെറിയ രീതിയിലുള്ള നടത്തം, ഇവയെല്ലാം സ്ത്രീകൾക്ക് ഏറെ നല്ലതാണ്. ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതെ, നിങ്ങളുടെ പങ്കാളിയായ പുരുഷൻ. നിങ്ങളുടെ പുരുഷന്റെ ആ പഴയ സ്നേഹവും അതുപോലെയുള്ള കെയറിങ്ങും എല്ലാം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകാതിരിക്കുമോ? അല്ലേ? അതെ, നിങ്ങൾ ഐ ടു ഐ കോണ്ടാക്ട് നിലനിർത്തുക. നിങ്ങളുടെ പങ്കാളിയുടെ വിരലിൽ കോർത്ത് പിടിച്ച് ആ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങളൊന്ന് പ്രണയം കാണിച്ചിട്ടുണ്ടോ? അതുപോലെ അവളെ ഒന്ന് കാണുവാനും അതുപോലെ കേൾക്കുവാനും തയ്യാറായിട്ടുണ്ടോ? പലരും അത് മറന്നുപോയിരിക്കും. ഒരുമിച്ചുള്ള നിമിഷങ്ങൾ, ഒരുമിച്ചുള്ള യാത്രകൾ, കൈകോർത്ത് പിടിച്ചുള്ള നടത്തം, ഒരുമിച്ചുള്ള ഡിന്നർ, ഇവയെല്ലാം നിങ്ങളുടെ പങ്കാളിക്ക് സമ്മാനിച്ചു നോക്കൂ. ആ ഒറ്റപ്പെടലിൽ നിന്നും അവൾ മുക്തയാകുന്നതും അവൾ കൂടുതൽ എനർജറ്റിക് ആവുന്നതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ ഇത്തരം ഭക്ഷണങ്ങളും വ്യായാമവും നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹവും കൂടി ഉണ്ടെങ്കിൽ ഏത് ശാരീരിക മാനസികമായി തളർന്നിരിക്കുന്ന സ്ത്രീയെയും നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളതുമായുള്ള ലൈംഗിക ബന്ധവും അടിപൊളിയാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം വീണ്ടും. അതുവരേക്കും ബൈ.